കഴിഞ്ഞ പേപ്പർ ഒക്കെ കിട്ടിയോ? ഓ മാത്സിന്റെ കിട്ടിയോ? ഓ കിട്ടി. എത്ര ഉണ്ട്? 30-ൽ 17. 17ഓ? ആ സാറല്ല നമുക്ക് കൂട്ടാം. ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ. പേപ്പർ എന്തെങ്കിലുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലല്ലോ. ഇന്നെന്താ ചെയ്യണ്ട? ഇന്ന് പുത്തൻ ചാപ്റ്റർ എടുക്കാനല്ലേ അതോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണോ? എനിക്ക് ആൻസർ ഷീറ്റിൽ തെറ്റിയ കിട്ടിയത് ഏതൊക്കെയാ നോക്കിയാണ്. എന്നാ അത് നോക്കണോ എങ്കില് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാവോ? ഈ ലിങ്ക് വന്ന നമ്പറിലെ അയച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് അയച്ചേക്കാം, നമുക്ക് അത് നോക്കാം. ഓക്കെ ഒരു മിനിറ്റ്. മാനവൻ അതാ നോക്കണേ, അത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നെക്സ്റ്റ് ടൈമിലാക്കി. ഇപ്പൊ ചാപ്റ്റർ എടുത്താ മതി. എന്നാ ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ആ അപ്പം ഏത് ചാപ്റ്റർ എടുക്കണ്ടേ? ഏ, നമ്മളന്ന് അഞ്ചാമത്തെ ചാപ്റ്റർ. ഫിഫ്ത് ആണോ എടുക്കണ്ടേ? നമ്മളന്ന് അപ്പൊ എക്സാമിന് 4 ചാപ്റ്റർ ആയിരുന്നു, 4th വരെയായിരുന്നു ഉണ്ടായിരുന്നേ. ആ ഇപ്പൊ ഫിഫ്ത്ത്. എന്നാ ഫിഫ്ത് എടുക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാവേ ഒരു ആ സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടോ? ഓ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഫിഫ്ത് ചാപ്റ്ററിന്റെ പേജ് നമ്പർ ഒന്ന് പറയാവോ? പേജ് നമ്പറാ? ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റിലായില്ലേ? എടുക്കട്ടെ. ആ പേജ് നമ്പർ 67. 67ആണോ? ആ ഓക്കെ. ഡെസിമൽ ഫോംസ് അല്ലേ? ഓക്കെ, ആ തുടങ്ങാം. ആ അതിനു മുമ്പേ ഡെസിമൽ എന്താണെന്ന് അറിയാവോ? ഓ പോയിന്റ്. അതെ അതെ, പോയിന്റ് വരുന്നയാ. ഓക്കെ, നമുക്ക് ഇത് എടുക്കാം. അതിന് മുന്നേ നിങ്ങൾ ഫിഫ്തില് പഠിച്ച സംഭവം ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാ. വായിച്ച നല്ല ഒന്ന് വായിച്ച്. We have seen in class 5 how various measures can be written as fractions and their decimal forms. The lesson അപ്പം measure. ഞാൻ പറയാം. അപ്പൊ മെഷർമാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രാക്ഷനും അതിന്റെ ഡെസിമൽ ഫോം ഒക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ടെന്നാ. ഓർമ്മയുണ്ടോ? ഓ നമുക്ക് നോക്കാം. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? 5 സെന്റിമീറ്റർ 7 millimeters അല്ലേ? ആ അതിനെ അവര് 3 ടൈപ്പിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനാ? 5 7/10 എന്താ ഫ്രാക്ഷൻ അല്ലേ? ആ 5 7/10 സെന്റിമീറ്റേഴ്സ്. പിന്നെ 5.7 സെന്റിമീറ്റേഴ്സ് അതെന്തുവാ? അതും ഡെസിമൽ ഫോം. അതാണ് ഡെസിമൽ ഫോം. ആ അപ്പം ജസ്റ്റ് ഞാൻ പെട്ടെന്നൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ പറയാം. ഡെസിമൽ ഫോംസ് ഇപ്പം 7/10 എന്നുള്ള സാധനം ഇല്ലേ? ആ ഇതിൽ ഈ 10 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് ഒരു പോയിന്റ് ലെഫ്റ്റിലോട്ട് മാറ്റി ഒരു ഡോട്ട് ഇട്ടാൽ മതി. ആ ഇങ്ങനെ വരുന്നതാണ് ഡെസിമൽ ഫോം. നമ്മൾ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. നമുക്ക് താഴോട്ട് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 5 7/10 ലിറ്റേഴ്സ് എഴുതിയേക്കുന്നത്. ആ അതിനെ അവര് 5.7 ലിറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് അവരോട് പറയുന്നത്. ആ അതുപോലെ തന്നെ 5 7/10 കിലോഗ്രാം എന്ന് പറയുന്നത് 5.7 കിലോഗ്രാം ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? പോയിന്റ് വരുന്നുണ്ട്. അതായത് 5 7/10 ഉണ്ട് രണ്ടിലും. അതിനെ രണ്ടിനും നമ്മൾ എന്ത് 5.7 ആക്കി എഴുതി. ഓക്കെ അല്ലേ? അത് മീൻ ചെയ്യുന്നത് എന്തുവാ? ഈ 7/10 എന്ന് പറഞ്ഞാല് 0.7 ആക്കി എഴുതിയാലും ഓക്കെ, രണ്ട് ഈക്വൽ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഐഡിയ ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഇല്ല. അതൊരു റെഫറൻസ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത്. അപ്പം തൊട്ട് താഴെ ഈ നമ്മള് കിലോഗ്രാം ലിറ്റർ അതൊക്കെ വിട്ടേക്ക്. ജസ്റ്റ് നമ്പർ മാത്രം എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പം നമ്പർ മാത്രം എടുക്കുമ്പോഴത്തേക്ക് എന്താ എഴുതിയിരിക്കുന്നത്? 5 7/10 ഈസ് ഈക്വൽ ടു 5.7. ഇവിടെ എന്താ ഉള്ളത്? 7/10 ഉള്ളല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ തൊട്ട് താഴെ വേറെ നമ്പർ കിടപ്പുണ്ട്. ഏത് നമ്പർ കിടക്കുന്നത്? ആ നമ്പർ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുമോ? 4.29. ഓക്കെ, 4.29. അതിന് മുമ്പിൽ എന്ത് ചെയ്യും? 429/100 അല്ലേ? ഇവിടെ എന്താ 5 7/10 ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ആ 100 10 മാറുന്നുണ്ടോ? അത് തന്നെ. അതിനകത്ത് ഒരു നമ്പർ ഉള്ളായിരുന്നല്ലേ? താഴെ ഒരു നമ്പർ ഉള്ളായിരുന്നു 7/10. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 0.7 അല്ലേ വന്നേ? ഓക്കെ അല്ലേ? ഇവിടെ എന്താ ഉള്ള 29/100 എന്നുള്ള നമ്പർ അല്ലേ വന്നേക്കുന്നേ? ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് അപ്പം? 100. അവിടെ 100. അപ്പൊ നമ്മൾ ആൻസറിൽ എന്താ 4.29 ആണല്ലേ? മുമ്പേ ഒരു നമ്പറേ ഉള്ളായിരുന്നു, അതിന്റെ താഴെ by 10 ആയിരുന്നു തന്നെ. അപ്പൊ നമ്മള് പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ നമ്പർ വരുന്നല്ലോ എഴുതി. ഇവിടെ 100 ആണ്. അപ്പൊ 100 മീൻസ് 2 സീറോ ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ എന്താ മീൻ ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വരണം. ഇവിടെ ഇപ്പൊ വരുന്നത് 29. കണ്ടോ? നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇത് ജസ്റ്റ് അവര് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടേ കൊടുത്തേക്കുന്നേ. തൊട്ട് താഴെ എഴുതിയേക്കുന്നതാണ് 247. കണ്ടോ? 247 എന്ന് പറഞ്ഞാല് നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്നേ? 200 അല്ല 200 ഇൻറ്റു ഇൻറ്റു അല്ല പ്ലസ് 200 പ്ലസ് 4 10s 4 10s പ്ലസ് 7 1s 3 അത്രേ ഉള്ളു. പ്ലസ് അതായത് 3 നമ്മള് by 10. അതല്ല തൊട്ട് മണ്ടയ്ക്ക് ഞാൻ ചോദിച്ചത്. 247 200 പ്ലസ് 410 പ്ലസ് 7 1 അത് ഓക്കെ ആണോ? അല്ലേ?
അപ്പൊ എന്താ ഉള്ളത്? ഇത് 100ന്റെ പ്ലേസിൽ 200 ഉണ്ടെങ്കിൽ 200. ടെൻസിന്റെ അവിടെ 410 വന്നുകൊണ്ടാണ് 40 വന്നത്. പിന്നെ ആ വൺസ് വന്നപ്പം 7 വൺസ് ആണ് 7. അത്രയും ക്ലിയർ അല്ലേ? ആ അപ്പം പക്ഷെ ഇതാ അവിടെ 247.3 എന്ന് പറഞ്ഞല്ലേ? ആ അതായത് 247.3 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വന്നേക്കുന്നത്? എക്സ്ട്രാ ഒരു പ്ലേസ് വന്നല്ലേ? ആ ഈ 3 അതെവിടെ ആയിരിക്കും വന്നേ? 100 ടെൻസ് വൺസ് പിന്നെന്തായിരിക്കും ഉള്ളത്? പിന്നെ ഐഡിയ വല്ലതും ഉണ്ടോ? 3 നമ്മള് by ഫ്രാക്ഷൻ 10 ബൈ 10. അപ്പൊ ബൈ 10ന്റെ ആ ഒരു പേര് എന്താ പറയുന്നതെന്ന് വെച്ചാല് പേര് പറയുന്നത് ജസ്റ്റ് ആ താഴെ കിടക്കുന്ന പറയാവേ. ആ ഒരു സെക്കൻഡ്. 247 അവരെങ്ങനെ 0.3 അവരെങ്ങനെ എഴുതി? 247 3/10 എഴുതിയിട്ടുണ്ടല്ലേ? ആ അന്ന് വെച്ചാൽ എന്താ? 247 പ്ലസ് 3/10 ആ അതൊക്കെയാണോ? ആ അല്ലേ? 247 പ്ലസ് 3/10 അതൊരു സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്ന. ഈ 3/10 എന്ന് പറയാൻ എന്താ? നമ്മൾ ഫ്രാക്ഷനകത്ത് പഠിച്ച ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ ഫ്രാക്ഷനകത്ത്? ഓ അപ്പൊ നമുക്ക് 1/10 പ്ലസ് 1/10 എത്ര? 1/10 plus 1/10 2/20 2/20 ആ ആണോ വരുന്നത്? ഫ്രാക്ഷൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിലത്തെ മാത്രം കൂട്ടിയാ പോരെ? സോറി 2/10 അപ്പൊ 2/10 വരും. അപ്പൊ പ്ലസ് ഒരു 1/2 1/10 കൂട്ടാലോ. 2 1/10 ആണ് മുകളിലത്തെ നോക്കണ്ട. ആ ഇതില്ല. ഓക്കെ 1/10 എന്ത് കിട്ടും? 3/10 ഓക്കെ 3/10 കിട്ടും അല്ലേ? ആ അപ്പൊ എന്താ നമ്മളിപ്പോ 100 ആണെങ്കിൽ 200 എഴുതിയ 200 ആണ് അതിനർത്ഥം അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? 3 1/10 ഉണ്ടല്ലേ? ആ ഓക്കെ അല്ലേ? ആ ഐഡിയ മനസ്സിലായോ? ഇതാ ഇവിടെ 200 എന്ന് എഴുതിയത് 200 ഉള്ളതാണ്. ഇവിടെ 0.3 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര 1/10 ഉണ്ട്? 3 ഉണ്ടല്ലേ? ആ അപ്പൊ നമ്മൾ ഈ 1/10 പറയുന്ന പേരാണ് ടെൻസ്. ഓക്കെ ആണോ? ഓക്കെ ടെൻസ് അല്ല, TENS അല്ല. എന്താ സ്പെല്ലിംഗ് എന്താ വായിച്ചേ? TENTHS TENTHS. ഓക്കെ ആണല്ലോ? ആ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു നമ്പറും കൂടി കിട്ടും. നമുക്ക് ഉണ്ടായിരുന്ന നമ്പർ 247.3 അല്ലേ? ആ 3 കഴിഞ്ഞതാ ഇവിടെ 9 കൂടെ വന്നു. ഓക്കെ ആണോ? 9 അപ്പം നമ്മള് മുന്നേതാ ഇവിടെ എഴുതില്ലേ 3 ടെൻസ് ഉണ്ടെന്ന് എഴുതി അല്ലേ? ആ അപ്പം 9 വരുന്നത് ഏതിന്റെ പ്ലേസിലായിരിക്കും? 10 കഴിഞ്ഞാൽ പിന്നെ എത്ര? 9 100 വരുന്ന അല്ലേ? 100ന്റെ പ്ലേസ് 100 അല്ല, ഹൺഡ്രഡ്സ് എന്ന് അറിയാം. എത്ര? 100s ഹൺഡ്രഡ്സ്. ഓക്കെ 9 വരുമ്പം 9/100 എന്ന് വരും. ഓക്കെ ആണോ? ആ ഞാൻ ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ എഴുതി കാണിക്കാവേ. 900 ഇങ്ങനെയും പറ്റുമോ? എങ്ങനെ? 2 into 200 4 into 4 അല്ല 4 into 400 7 ഇല്ല into ഇല്ല പറ്റത്തില്ല. അല്ല 100 എങ്ങനെ വരുന്നേ? 200 അപ്പൊ 200 എന്ന് എഴുതി. ഓക്കെ അല്ലേ? പിന്നെ 10 ഓക്കെ അല്ലേ വരുന്നത്? അപ്പൊ 4 ടെൻസ് എന്ന് വരും. 4 into 10s ആണല്ലോ 4 ടെൻസ്. 7 into 1s ആണ് 7 1s. അത് ഓക്കെ അല്ലേ? ആ ഓക്കെ. അപ്പൊ എന്താ ഉള്ളത്? 247.39 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അങ്ങനെ 247 39/100 എഴുതി. കുഴപ്പമില്ലല്ലോ. ഇല്ല പോയിന്റ് കഴിഞ്ഞ് 2 നമ്പറുകളാണ് നമ്മൾ ബൈ 100 ഇട്ടത്. ഓക്കെ അല്ലേ? ഒരു നമ്പർ ഉള്ളെങ്കിൽ എന്ത് വരും? ബൈ 10 വന്നേനെ. ആ അത്ര ഓക്കെ അല്ലേ? പ്രി- അല്ലേ? ഓക്കെ ഓക്കെ അല്ലെ പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിമ്പിൾ. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോഴേ മൊത്തം മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആ അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് മാനവന് 247 സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാം അല്ലേ? ഉം ഇനി ചെയ്യാനുള്ളത് 39/100 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 39/100 ആ ആദ്യത്തെ നമ്പർ എത്ര? 30 എഴുതാം അല്ലെ? 30/100 എഴുതാലോ. ആ ഓക്കെ അല്ലേ? ഞാൻ എഴുതുന്ന കാണാലോ അല്ലേ? 30/100 ഓക്കെ അല്ലേ? ആ പ്ലസ് 9/100 എന്ന് പറഞ്ഞ എത്ര? ഒന്ന് വായിച്ചേ. 39/100 ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ അല്ലേ? 39/100 ഓക്കെ അല്ലേ? ആ അപ്പൊ വേറെ എന്തെങ്കിലും നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതോടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പൊ 45 ആയിരുന്നെങ്കിൽ മാനം എന്ത് എഴുതിയാനെ? 40/100 plus 5/100 5/100. അത്രയും സിമ്പിൾ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? ആ ഓക്കെ. പക്ഷെ ദാ ഒരു ഇതുണ്ട്. ദാ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ടല്ലേ ആ അറ്റത്ത്? നമുക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ആ ഈ അവസാനം ഒരേപോലെ 0 വന്നാലേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ആ ഇടയ്ക്കാണെങ്കിലൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം ആയതുകൊണ്ട് കട്ട് ചെയ്യാം. അത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ് അപ്പൊ ഇവിടെ എന്തോന്നു? 3/10 വന്നല്ലേ? ഉം ഇവിടെ എന്തോന്നു? 9/100. ഓക്കെ ആണോ? ആ അപ്പൊ ഇതാ ഈ എഴുതിയേക്കുന്നത് കണ്ടോ? 247.3 ആണ്. 200 പ്ലസ് 410 പ്ലസ് 7 1s എത്ര 1/10 ഉണ്ട്? 1/10 2
രണ്ട് 1/10 ആണോ? 3 അല്ലേ? അപ്പൊ 3 അല്ലേ വരണ്ടേ? 3 10s അല്ലേ? ആ പിന്നെ എത്ര 100 ഉണ്ട് ഇവിടെ? 9. ഓക്കെ, 9 hundreds ഉണ്ട്. അത് ക്ലിയർ ആണോ? ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരാവേ, മാനം എഴുതണേ. ഓക്കെ അല്ലേ? ഈ ആ സ്ക്രീനിൽ എഴുതാൻ പറ്റത്തില്ലേ? ഓ ഇത് ഞാൻ അപ്പൊ ഒരു നീറ്റ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ? നീറ്റ് ഉണ്ടാവില്ല. അല്ല സാരല്ല, മാനം എഴുതിക്കോ. ഒരു എന്തെങ്കിലും തെറ്റാന്നല്ലേ എനിക്കിപ്പോ പറയാം. ആ മാനം ജസ്റ്റ് ഓക്കെ. കാരണം ഞാൻ അങ്ങ് കറക്റ്റ് ആയിട്ട് എഴുതി പോവും. അതാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതാവേ. 546.7. ഈ പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ നമ്മൾ 7 8 എന്നൊക്കെ വായിക്കത്തുള്ളൂ കേട്ടോ. 78 എന്നൊന്നും വായിക്കത്തില്ല. ഓക്കെ അല്ലേ? ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ മാനം ഒന്ന് എഴുതിക്കേ. 500 എഴുതിക്കോ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പറയാം. എച്ച് എന്നിട്ടാ മതി. 5H പ്ലസ് 4 tens 4 tens പ്ലസ് എത്രയായിരുന്നു? 6 ones പ്ലസ് 6 ones പ്ലസ് 7 tens പ്ലസ് ഒരു മിനിറ്റ്. മാനം ഇതാ ഇങ്ങോട്ട് എഴുതിക്കോ. പോയിന്റ് കഴിഞ്ഞുള്ളതേ ഇതാ ഇവിടെ എഴുതിക്കോ. ഫുൾ സ്പെല്ലിംഗ് എഴുതിക്കോ കേട്ടോ. ഇല്ലെങ്കിൽ മാറിപ്പോ. അവിടെ 7 എഴുതിക്കോ. tens പ്ലസ് എത്രയായിരുന്നു? 800. എഴുതുന്നുണ്ട്, എനിക്കൊന്നും കാണുന്നില്ലല്ലോ. 7 10s എഴുതി അവിടെ കാണുന്നില്ലല്ലോ. അവിടെ കാണുന്നില്ല. 7T ഇട്ടേക്കുന്നല്ല എനിക്ക് വേണ്ടത്. ടെൻസ് സ്പെല്ലിംഗിൽ എഴുതിക്കോ. ഫുള്ള് സ്പെല്ലിംഗ് എഴുതിക്കോ. ഓക്കെ മിനിറ്റ്. ഫുൾ സ്പെല്ലിംഗിലാണെങ്കിൽ ഫസ്റ്റ് 500 ആ എവിടെ? ഞാൻ ദാ ഒരു ലൈൻ വരച്ചിട്ടില്ല, അവിടെ എഴുതിയാൽ മതി. ഓക്കെ 5 അവിടെ പോയി. 5 എന്താ 500 അല്ല 100 ഒക്കെ എച്ചിട്ടാ മതി. 100 10s ഒക്കെ എച്ചിട്ടാ മതി. HND കിട്ടും. എനിക്ക് വേണ്ടത് മറ്റേ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിന് മാത്രം സ്പെല്ലിംഗ് കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. ടെൻസ് പ്ലസ് എഴുതിയില്ല. 4 tens പ്ലസ് 6 ones പ്ലസ് 60 ആയിപ്പോയല്ലോ. കുഴപ്പമില്ല. ഒരു മിനിറ്റ്. 1 പ്ലസ് 100 tens പ്ലസ് 6 ones പ്ലസ് ബാക്കി ഫുൾ സ്പെല്ലിംഗിൽ എഴുതണം. ബാക്കി വേണം. അത് നമുക്ക് ആവശ്യതാ. ആ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ പറയണ്ട. 7 tens ടെൻസ്. അതാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ് എഴുതാൻ പോകുന്നത് അറിയേണ്ടത്. 7 tens പോലെ എവിടെ എഴുതുന്നേ? tens ഇതായിരുന്നു എനിക്ക് അറിയേണ്ടത്. മാനം അങ്ങനെയാണോ നമ്മൾ എഴുതിയത് പറഞ്ഞത്? ടെൻസ് എന്നായിരുന്നോ? ഈ ഫസ്റ്റ് വരികയാണെങ്കിൽ 6 tens. സെക്കൻഡ് വരികയാണെങ്കിൽ എനിക്കറിയായിരുന്നു മാനവ തെറ്റിക്കുന്നു. അതാ എഴുതാൻ പറഞ്ഞേ. നമ്മളെ സ്പെല്ലിംഗ് ഇതാ ഓക്കെ അല്ലേ? ഇതാ കണ്ടോ? എനിക്ക് തോന്നിയായിരുന്നു മാനവ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് മാനവ എഴുതിക്കോളാം. 7 tens 100 എഴുതുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. 10 tens പ്ലസ് എത്ര? 3 2 5 7 546 by 7 8 800 സ്ഥലമില്ല. ഈ സ്ഥലമില്ലാത്തോണ്ടാ താഴെ എഴുതുന്ന കേട്ടോ. ഇതാ ശരിയാണോ? HUND അല്ലല്ല RED THS കൂടെ ഉണ്ട്. സോറി, ഉണ്ട്. THS. ഇപ്പൊ മനസ്സിലായി എന്തിനാ മാനവനോട് എഴുതാൻ പറഞ്ഞെന്ന്. എക്സാമിനെ തെറ്റിക്കോ? ഇല്ല. ഓക്കെ, അതെ. ഇപ്പൊ ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ മാനവ് ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് എഴുതും.
ആ അപ്പം കഴിഞ്ഞു. നമ്മളെ മനസ്സിലാക്കത്തില്ല. അതാ ഞാൻ മാനവനോട് അങ്ങ് എഴുതിക്കോളാൻ പറയാം. കുറച്ച് ടൈം എടുത്താലും മാനവ് ആ എഴുതുവാണെങ്കിലേ ആ തെറ്റ് മാനവന് മനസ്സിലാവും. ഇനി എക്സാമിന് മാനവ് തെറ്റിക്കോ? ഇല്ല. ഇല്ല അല്ലേ? ആ ഓക്കെ. ഇപ്പൊ സപ്പോസ് അവിടെ ഒരു നമ്പറും കൊണ്ടായിരുന്നാ ഇപ്പൊ 7 8 9 എന്ന് എഴുതി. ഓക്കെ അല്ലേ? ആ മാനവ് എന്ത് എഴുതിയാനെ പ്ലസ് ഇട്ടിട്ട്? പ്ലസ് 9000 9000 സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ആ എഴുതാൻ പോകുന്നതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. thousands THUSAND thousands THS ആണോ? THS. ഓക്കെ അല്ലേ? നമ്മൾ പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ ആ എല്ലാം ഒരു THS ഇട്ടേക്കണം. ഓക്കെ ആണല്ലോ? അതിപ്പോ കഴിഞ്ഞിട്ട് 1 more നമ്പർ വരികയാണെങ്കിൽ എന്താ വായിക്കുക? തൗസൻഡ്സ് ഞങ്ങളോട് ചോദിക്കാറുള്ളൂ. 1000 കഴിഞ്ഞാൽ പിന്നെ ഏത് നമ്പറാ ഉള്ളേ? അത് കഴിഞ്ഞാൽ ചോദിക്കൂലോ? ഏഹ്? അത് കഴിഞ്ഞാൽ ചോദിക്കൂലോ ഈ ഇല്ലില്ല, അത് നിങ്ങൾ തൗസൻഡ്സ്? വലിയ ക്ലാസ്സിൽ പഠിക്കുക. അത് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന. അപ്പൊ പിന്നെ അതിപ്പോഴേ പഠിച്ച് കുഴഞ്ഞു പോകണ്ട. ഞാൻ പറയുന്നില്ല അതുകൊണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അതിന്റെ തൊട്ട് താഴെ ഒരു പച്ച കളറിലെ ഒരു ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? എവിടെ? ഞാൻ കുറച്ച് വലുതാക്കാം. ബോക്സ് കണ്ടോ? ആ അതൊന്ന് വായിച്ച്. In the decimal form of a number, the dot separates the whole number part and fractional part. Digits to the left of the dot show the multiples of ones, tens, hundreds, and so on. The digit to the right show the multiples of tens, hundreds, thousands, and so on. എന്താ പറയുന്നത്? ആ ഡെസിമൽ പോയിന്റ് ഉണ്ടല്ലോ ഇതിനകത്ത്. ഡെസിമൽ പോയിന്റ് മുന്നേ ഉള്ള നമ്പർ നമ്മൾ എന്ത് പറയും? വോൾ നമ്പർ എന്ന് പറയാം അല്ലേ? അതൊരു നമ്പറാ. അറിയാലോ വോൾ നമ്പർ ഒക്കെ എന്താന്ന്? ഓക്കെ. അപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ എന്തിനാ? ഫ്രാക്ഷണൽ പാർട്ടിനാ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 5/100 6/100 എന്നൊക്കെ അല്ലേ? അതൊക്കെ എന്തുവാ? ഫ്രാക്ഷൻ അല്ലേ? അപ്പൊ നമ്മൾ അത് ഫ്രാക്ഷൻ മാറ്റി ഡെസിമൽ ആക്കുന്നതേ ഉള്ളൂ. ഡെസിമൽ ആക്കുമ്പോ പോയിന്റ് ഇടും. ഫ്രാക്ഷൻ എഴുതുമ്പോ പോയിന്റ് വേണ്ട കേട്ടോ. ഇപ്പം അതായത് 9/100 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 5 9/100 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അല്ലാതെ ആക്കുമ്പോഴേ നമ്മൾ 5.9 എഴുതത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം റൈറ്റ് സൈഡിലുള്ള ഏതിന്റെ മൾട്ടിപ്പിൾസാ? അതായത് ഇതാ ഒരു നമ്പർ അതിന് ഇങ്ങോട്ട് വന്ന ലെഫ്റ്റ് അല്ലേ? അത് റൈറ്റ് ആണോ? ലെഫ്റ്റിലുള്ളതെല്ലാം വൺസ് ടെൻസ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞു പോകും. മറ്റേ ഇപ്പുറത്തെ പോയിന്റ് കഴിഞ്ഞുള്ളത് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ്. ആ TH ഓർത്തോണം കേട്ടോ, മറക്കില്ലേ? അത് ഓർക്കാനാണ് ഞാൻ മുന്നിൽ എഴുതിച്ചത്. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞ് താഴെ എന്താ കിടക്കുന്നത്? ഒരു ബോക്സ് കണ്ടോ? ഒരു ചാർട്ട് പോലെ കണ്ടോ? എന്താ അതിൽ പറയുന്നേ? അതില് 100ഉം 10ഉം 1ഉം 110ഉം 100ഉം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ പ്ലേസ് വാല്യൂ ചാർട്ട് ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ ഒരു ചാർട്ട് എടുത്തേക്കും. എന്താ എഴുതിയേക്കും? ഇവിടെ ആണല്ലോ പോയിന്റ് വരുന്നത്. ഓക്കെ അല്ലേ? 100 ഇതിവിടെ ഹൺഡ്രഡ്സിന്റെ മൾട്ടിപ്പിൾസ് വരും. ഇവിടെ ടെൻസിന്റെ മൾട്ടിപ്പിൾസ്. ഓക്കെ അല്ലേ? വൺസിന്റെ മൾട്ടിപ്പിൾസ്. ക്ലിയർ ആണോ? അപ്പൊ 1/10 എന്ത് വരും? ടെൻസിന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ഓർത്താണോ? എഴുതാൻ സ്ഥലം ഇല്ലാത്തതാണോ? ഓക്കെ അല്ലേ? എന്നാ മണ്ടക്കോട്ട് എഴുതിയേക്കാം. എന്ത് വരും? ടെൻസ് അല്ലേ? അതാ ഇങ്ങോട്ട് ഇട്ടേക്കാം. കണ്ടോ? 1/100 ഹൺഡ്രഡ്സ്. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ ഒരു നമ്പർ ഉണ്ട് 247.3. എങ്ങനെ വരും? 247 എഴുതാൻ അറിയാല്ലേ? 200 4 ടെൻസ് 7 വൺസ്. അത്ര ഓക്കെ അല്ലേ? പിന്നെ പോയിന്റ് കഴിഞ്ഞുള്ള ആദ്യത്തെ നമ്പറാണ് 3. പോയിന്റ് 3 ആണ് നമ്മൾ 3 ടെൻസിൽ അങ്ങ് എഴുതി. അത് ഓക്കെ അല്ലേ? പിന്നെ ഉള്ള എന്താ? 3 9 വന്നല്ലേ? 9 അപ്പൊ ഇവിടെ വരും ഹൺഡ്രഡ്സിൽ വരും. ഓക്കെ അല്ലേ? 9/100 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അത് ക്ലിയർ അല്ലേ? ഇതാ ഇനിയിപ്പോ 247.398 എന്നൊരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അത് എവിടെ വരും? 8 എന്ന് പറഞ്ഞാല് എവിടെ? 398 3 അതായത് വലിയ നമ്പർ. ഇത് കഴിഞ്ഞിട്ട് ഒരു 8 ഉണ്ടെങ്കിലേ 247.398. ഓക്കെ അല്ലേ? ഈ നമ്പർ എവിടെ വന്നേനെ? ഇവിടെ വരും അല്ലേ? 1/1000 എന്ന ഒരു കോളം വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അവിടെ എന്താ 8 നമ്മൾ എഴുതിയേനെ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ തരാം. മാനവി ചാർട്ടിൽ ഒന്ന് എഴുതണേ. ഇവിടെ തന്നെ എഴുതിക്കോ. പിന്നെ ഒരു തവണ തെറ്റിക്കഴിഞ്ഞ് നമ്മൾ ശരിയാക്കിയാൽ പിന്നെ അത് തെറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എഴുതിയാൽ ഞാൻ ആ കോളം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. ഞാൻ ഈ കോളം വരയ്ക്കുന്ന കാണാലോ അല്ലേ? ഇതിനകത്ത് എഴുതാൻ പറ്റത്തില്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. ഇവിടെ ഒരു കോളം കൂടെ വരച്ചേക്കാം. 1000 ആണേ. ഓക്കെ. ഞാൻ ഇപ്പൊ ഒരു നമ്പർ എഴുതാൻ പോവാ. മാനോ നേരെ എഴുതിയേക്കണേ.
ആ അത് 671 എന്നാണ്. അപ്പൊ ആ കോളത്തിലൊന്ന് എഴുതിക്കാൻ നോക്കട്ടെ. ഫസ്റ്റ് വൺ ഫസ്റ്റ് അല്ല, വൺ ഞാൻ വരച്ച കോളത്തിനകത്ത് എഴുതിക്കോ, കാണാൻ പറ്റത്തില്ലേ? ആ ആ അവിടെ എഴുതിക്കോ. ഫസ്റ്റ് വൺ 9. അയ്യോ ഇവിടെ ആയിപ്പോയല്ലോ. കുഴപ്പമില്ല. ആ നേരെ നേരെ അങ്ങ് എഴുതിക്കോ. 9 പിന്നെ 4 tens പിന്നെ എഴുതാൻ പിന്നെ 94 ഹൺഡ്രഡ്സും ടെൻസും പിന്നെ 3 ones അല്ല 3 tens പിന്നെ അല്ല 6 അല്ലേ, സോറി ഞാൻ മറ്റേ അങ്ങനെ നോക്കിയിട്ട്. എഴുതുന്നത് ആക്ച്വലി എനിക്ക് ഒന്ന് ഞാൻ എന്നാ വലിയൊരു കോളം വരച്ചു തരാം. ഓക്കെ അല്ലേ? ആ ഒരു സെക്കൻഡേ. ആ ഒരു മിനിറ്റ്, ഞാൻ അമ്മേനെ ഒന്ന് വിളിക്കട്ടെ, ഇത് മാറ്റാൻ പറ്റുന്നില്ല. എന്ത്? ഈ എഴുത്ത് മാറ്റാൻ പറ്റുന്നില്ല, അമ്മേനോട് ചോദിക്കട്ടെ. ഞാൻ റബ്ബ് ചെയ്യാന്നാ. ഒരു സെക്കൻഡേ. അതല്ല, എനിക്ക് സ്ക്രീന് താഴോട്ട് മുകളിലോട്ട് ആക്കാൻ പറ്റില്ല, വര വന്നു ഇതാ ഇങ്ങനെ പോലെ. ഹാങ് ആയോ? എന്താ പറ്റി? അറിയില്ല, അമ്മേനോട് ചോദിക്കാം. അമ്മ എന്നാ നോക്കിട്ടോ, ഞാൻ കോളം വരയ്ക്കാം. ഇതെങ്ങനെ ബാക്കോട്ട് അടിക്കുന്നത് കണ്ടോ, ഇവിടെ ഞെക്കിയാ ഇവിടെ ഇത് വരുന്നു. അത് അവരാണ് സ്ക്രീൻ ചെയ്യുന്നത്, നീ അല്ല. ഞാനാണ് ഇപ്പൊ ഞെക്കിയത്, എങ്ങനെയാ മാറ്റിയത് കണ്ടോ? റബ്ബ് ചെയ്യാൻ പറ്റത്തില്ലേ? ഞാൻ ഇല്ല, റബ്ബ് ചെയ്തല്ലോ, എന്താ പ്രശ്നം? ഇത് ബാക്കോട്ട് അടിക്കാൻ പറ്റൂല. അവര് സ്ക്രീൻ ഷെയർ അല്ല, ഞാൻ റബ്ബ് ചെയ്താ പോരെ? ആ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ നോക്ക്, ചാർജ് ചെയ്തോണ്ട് എഴുതാൻ പറയുന്നു. അത് ചാർജ് ചെയ്തിട്ടില്ല, അതാ നോക്കോ നെക്സ്റ്റ് ടൈം ചെയ്യാന്ന് പറഞ്ഞു. ചെയ്. അതങ്ങനെ വെച്ച അല്ല, നമുക്കിപ്പോ അല്ല, മാനവ കൈവച്ച് എഴുതാൻ പറ്റി. കൈവച്ച് എഴുതിയാൽ മതി. അത് രസം ഉണ്ടാവില്ല, അതുകൊണ്ടാ. സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ഇപ്പം ടൈം ഇല്ലല്ലോ ചാർജ് ആക്കി കഴിയുമ്പോഴത്തേക്കും. ഞാൻ തൽക്കാലം ബോക്സ് വരയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എത്ര നമ്പേഴ്സ് ആണ്? ഒരെണ്ണം കൂടെ അരച്ചേക്കാം അല്ലേ, നമ്മുടെ വലിയ നമ്പേഴ്സ് വരുമ്പം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നമ്പർ എഴുതാവേ. മാനവ അപ്പം അത് ബോക്സ് ഇവിടെ ഹെഡിങ് കൊടുക്കണോ? വേണ്ടല്ലോ. മാനവനെ കൊടുക്കാൻ അറിയാവോ? ഇതാ ഇവിടാണ് വൺസിന്റെ പ്ലേസ്. ഓക്കെ അല്ലേ? ഇതാണ് വൺസ്. അപ്പൊ ഇതെന്താ 1/10. ക്ലിയർ ആണല്ലോ? അത് രണ്ടും മാത്രം ജസ്റ്റ് ചെയ്ത്. ഇനി ഞാൻ നമ്പർ എഴുതട്ടെ. ഓക്കെ. ഈ ഫസ്റ്റ് കോളം തൗസൻഡ്സാ? ഏത് ഫസ്റ്റ് കോളം? അല്ല, നിക്ക് ഞാൻ പറയാം ഒരു സെക്കൻഡേ. ഞാൻ എഴുതിയ നമ്പർ കാണാലോ അല്ലേ? ഓ ഓക്കെ. ഇത് വൺസ് ആണെങ്കിൽ ഇത് എത്ര വരും? ടെൻസ്. ഓക്കെ അല്ലേ? പിന്നെ എത്ര ഉള്ളേ? ഹൺഡ്രഡ്സ്. ഓക്കെ ആണോ? പിന്നെ തൗസൻഡ്സ്. ഓക്കെ അല്ലേ? ഇവിടെ 1/10, 1/100, പിന്നെ എത്ര വരും? ഓക്കെ, 1/1000. അത്ര ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാനം ആൻസർ എഴുതിക്കോ. ഫസ്റ്റ് വൺ അല്ല, പറയണ്ട, ആൻസർ പറയണ്ട, എഴുതിയാ മതി. എഴുതിയിട്ട് ഞാൻ പറയാം ശരിയാണോ തെറ്റാണോ. ഓക്കെ അല്ലേ? ഈ ഫസ്റ്റ് വണ്ണിലേക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ട്. 300s ആണോ അല്ലെ 1000s ആണോ വരിക? ആ നമ്പർ ഒന്ന് വായിച്ചു. എത്ര അത്? 3 നമ്പർ. നമ്പർ വായിച്ച് റീഡ് ചെയ്ത്. എത്ര? 370.514. 370 എന്ന് പറഞ്ഞ എത്ര? 370 അല്ലേ? ആ എന്താ ഡൗട്ട് അപ്പൊ? ഓക്കെ അതിൽ തന്നെ ഉണ്ടല്ലോ ആൻസർ. അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ. എഴുതിയിട്ട് ഞാൻ പറയാവേ. ഒരു നമ്പർ കൂടെ ഞാൻ തരാവേ. ഓക്കെ അല്ലേ? രണ്ടെണ്ണം കൂടെ എഴുതിയിട്ട് നമുക്ക് പറയാം. ഇത് രണ്ടും ഒന്ന് മാനം എഴുതിക്കേ. ഓക്കെ. 300, 7 tens, 0 ones, 0.5 അല്ല 5 1/10, 5 1/10, 1 അല്ല 1/100, 1/100. സിമ്പിൾ അല്ലേ? അതങ്ങ് നേരെ അങ്ങ് എഴുതിയാ പോരെ. ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഇല്ല, 4/1000. അത്രേ ഉള്ളൂ. കറക്റ്റ് കേട്ടോ? ഓക്കെ. അതിന്റെ താഴത്തത് കുറച്ച് ഡൗട്ട് വരും. പക്ഷെ മാനം വന്ന് എഴുതിക്കേ. മാനം എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? എഴുതിക്കേ, പെട്ടെന്ന് എഴുതിക്കേ. 500s, 0 ones അല്ല, ഈ 100s 0 ഇവിടെ ഒന്നും. ഒരു മിനിറ്റ്, തെറ്റി. 5 ഇവിടെ ഒന്നുമില്ല. ഇവിടെ 0, ഇതിന്റെ അപ്പുറത്ത് 0/10 അല്ല, ഇവിടെ ഒന്നുമില്ല.
ഇതിന്റെ അപ്പുറത്ത് 200 200 1000 ഇത് തെറ്റുണ്ടെങ്കിൽ എവിടെയാ എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്പർ ഇതാ, ഇത് എത്ര, ഈ നമ്പർ എങ്ങനെ വായിക്കുന്നേ? 50.21. ആ 15 അല്ലേ? 15 എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളേ? 5 tens അല്ലേ? ആ അപ്പൊ 5 എവിടെ വരണ്ടേ? ടെൻസിന്റെ അടുത്ത്. എന്നിട്ട് എവിടെ ഇട്ടേക്കുന്നേ? അയ്യോ, ഇതെന്താ ഇവിടെ ഇട്ടേക്കുന്നേ? എന്നിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇത്തിരി തെറ്റിപ്പോയി, നിങ്ങൾ ചെയ്യാം. ആ ഓക്കെ, എനിക്ക് ആ റബ് ചെയ്യാം. ഇനി ഒന്നുകൂടെ എഴുതിക്കേ, നോക്കട്ടെ. താഴ്ചയാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടോ? ഫസ്റ്റ് കറക്റ്റാ. നമ്മളൊരു 3 അവിടെ പോയി, 370. 3 ആ ഓക്കെ, താഴത്തെ എഴുതിക്കോ, താഴത്തെ എഴുതിക്കോ. 10 0 0 1 0 എഴുതിക്കോ കറക്റ്റ്, അതങ്ങ് നേരെ എഴുതിയാ പോരെ. ആ പോയിന്റിന് അപ്പുറത്തുള്ളത് 1/10 തൊട്ട് തുടങ്ങി എഴുതുക, പോയിന്റിന് ഇപ്പുറത്തുള്ളത് അല്ലാതെ എഴുതുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, കറക്റ്റ് എഴുതിയേക്കുന്നത് കേട്ടോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ബാക്കി നോക്കാം. ഇല്ല. ഞാൻ ജസ്റ്റ് മാനേനോണ്ട് എഴുതിച്ചെന്ന് വെച്ചാൽ എക്സാം ഇല്ലെങ്കിലേ നമ്മളിത് എഴുതുമ്പോ കൺഫ്യൂഷൻ വരും. ഇപ്പൊ അങ്ങ് എഴുതുവാണെങ്കിൽ പ്രശ്നം വരത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ എഴുതിച്ചത് കേട്ടോ. ഇപ്പൊ അത് ഡൗട്ട് അങ്ങ് മാറിയില്ലേ എങ്ങനെയാ വരുന്നതെന്ന്? എക്സാമിന് എഴുതത്തില്ലേ അത് വന്നാ? ഓക്കെ അല്ലേ? ഇതാ ഇവിടെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ അക്കോർഡിംഗ് ടു പ്ലേസ് വാല്യൂ. നമുക്ക് പ്ലേസ് വാല്യൂ അറിയില്ലേ, മുന്നേ നമ്മൾ ചാർട്ട് ഉണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? എത്ര ടെൻസ് ഉണ്ട് ഇതിനകത്ത്? 4 ones 5 tens. 4 ones plus 5/10. ആ ഓക്കെ, 4 അതായത് 5 tens എന്ന് എഴുതിയാൽ മതി കേട്ടോ. മറ്റേ TEN THS ഇട്ടാ മതി. ഓക്കെ അല്ലേ? ഇതോ, ഇതെങ്ങനെ രണ്ടാമത്തെ എങ്ങനെ വരും? 4 ones 5 10 700. ക്ലിയർ ആണല്ലോ? നമ്മുടെ മറ്റേ ചാർട്ടോടെ ഒന്ന് വരച്ചേക്കാം. മുന്നേ കണ്ടില്ലേ ആ ചാർട്ട്? വരയ്ക്കുമല്ലോ. അടുത്തതോ, ഇതോ? 4 ones 5 tens 700 2000. ആ തൗസൻഡ്സ് അല്ല, ആ സ്പെല്ലിംഗ് അറിയാലോ അല്ലേ? THS. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത് പറഞ്ഞോ. 4 hundreds 5 100 ആണോ? ones അല്ല, 4 tens 5 ones 5 ones 7 tens 200 tens. ഹൺഡ്രഡ്സ്. ഓക്കെ അല്ലേ? 200. ഓക്കെ, അടുത്ത പറഞ്ഞോ. 4 hundreds 4000 അല്ലേ വരിക? ആ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ, അങ്ങനെ നമ്മൾ വായിക്കുന്നേ. 457 അല്ലേ വായിക്കുന്നേ? അപ്പൊ എത്ര ഉള്ളത്? 400 അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, 400 400s 5000 അല്ല 5 10 5 10 7 ones 7 2 ones 2 tens. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അങ്ങനെ താഴത്തെ നോക്കാം. താഴെ എന്താ എഴുതിയേക്കുന്നത്? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേ. Let's look at the decimal forms of some measures again. For example, what is the decimal form of 23 meters and 40 centimeters? എന്തായാലും അറിയാം. നമ്മളടുത്ത് കുറച്ച് നമ്പേഴ്സിന്റെ ഡെസിമൽ ഫോം നോക്കുക. 23 മീറ്റർ 40 സെന്റിമീറ്റർ തന്നിട്ടുണ്ടല്ലേ? ആക്ച്വലി 1 മീറ്റർ ഈസിക്വൽ എത്ര സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞേ? 1000 അല്ല 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ. അത് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? മീറ്റർ ഓൾസോ 1000 millimeter. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് 1 മീറ്റർ ഈസിക്വൽ 100 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് 23 മീറ്റർ തന്നിട്ടുണ്ടല്ലേ? ഓക്കെയാ. പക്ഷെ അതിന്റെ അപ്പുറത്ത് എന്താ 40 സെന്റിമീറ്റർ അല്ലേ കിടക്കുന്നേ? അപ്പൊ നമ്മള് ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതും? 23 40/100. 40/100. ഓക്കെ അല്ലേ? നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചതല്ലേ? അതായത് 100 എണ്ണത്തിൽ 40, അതായത് 100 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? അതിൽ 40 എണ്ണം എടുക്കുക. നമ്മൾ ഫ്രാക്ഷനിൽ എന്ത് എഴുതും? 40/100 എന്ന് എഴുതും. ഓക്കെ അല്ലേ? അപ്പൊ 40/100 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മീറ്റർ ആയി. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത് മീറ്ററാ. നേരത്തെ 40 ആയപ്പോ സെന്റിമീറ്റർ ആയിരുന്നു, പക്ഷെ 40/100 മീറ്റർ ആയി. അത് ക്ലിയർ ആണോ?
അപ്പൊ നമ്മൾ 40/100 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യണ്ടേ? പോയിന്റ് ഇട്ട് കൊടുത്താൽ പോരെ, നേരത്തെ പഠിച്ചല്ലേ. ആ അപ്പൊ എന്ത് വരും? 40.100 23 40/100 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് വരും? 23 ആ 40/100 അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ പോയിന്റ് 40. ഓക്കെ 40 വരും. പക്ഷെ ഇതാ ഇവിടെ നോക്കി, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താ പറയുക, കട്ട് ചെയ്യാം അല്ലേ? ആ അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും? 24 4/10 എന്ന് പറയുമ്പോ 0.4. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ആ വരും? ഓക്കെ 23.4 എന്ന് വരും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ല അതായത് 40/100ന്റെ 2 0 കട്ട് ചെയ്ത് നമുക്ക് 4/10 കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാവോ? നമ്മളിപ്പോ പറഞ്ഞാ കിടക്കുന്നത് ഒന്ന് വായിച്ചേ. എവിടെ തൊട്ടാ? ടേക്കിംഗ് ഓൺലി ദ നമ്പേഴ്സ് തൊട്ട്. Taking only the numbers, we have 23 40/100 is equal to 23.40. We 40 can write. 14 വായിക്കില്ല കേട്ടോ. പോയിന്റ് കഴിഞ്ഞാൽ നമ്മള് നമ്പേഴ്സേ വായിക്കാവുള്ളൂ. Okay. We can write the 40/100 here as 40/100 4/10. So we get നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ 40/100 is equal to 23 4/10, 23.4. This means 0.40 is equal to 23.4. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. We can see this using place value also 10 1 1 മതി. അപ്പൊ നമുക്ക് ആ പ്ലേസ് വാല്യൂ നമ്മൾ മുന്നേ വരച്ചല്ലേ. ഹലോ, കേക്കാവോ? അപ്പൊ നമ്മുടെ പ്ലേസ് വാല്യൂ ചാർട്ട് ഇവിടെ കാണാമല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്പർ എഴുതിയേക്കുന്നത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? ഇല്ല. 20 എന്ന് പറയുമ്പം 210. ഓക്കെ അല്ലേ? 3 എന്ന് പറയുമ്പം 3 ones. പിന്നെന്താണ് 4 എന്ന് പറഞ്ഞാൽ 0.4 അല്ലേ? ഇപ്പൊ 1/10 വന്നു. ഇവിടെ 0 വന്നത് 1/100ലായിരുന്നു. ആക്ച്വലി 0ക്ക് വിലയില്ലല്ലോ. അപ്പൊ ഈ ഒരു കോളത്തിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താ, ഇത് രണ്ടും സെയിം ആ, ഡൗട്ട് ഒന്നും ഇല്ല അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ താഴോട്ടുള്ള വായിച്ച്. Thus, we can write 23 meters and 40 centimeters in two different ways. 23 meters 40 centimeters is equal to 23.40 meters. 23 meters and 40 centimeters equal to 23.4 meter. ഓക്കെ, ആ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. രണ്ടും ഈക്വൽ ആ. ഇല്ല. ഓക്കെ അല്ലേ? കാരണം ലാസ്റ്റ് കിടക്കുന്ന 0ക്ക് വിലയൊന്നും ഇല്ല. ഓക്കെ അല്ലേ? പക്ഷെ ഇതിപ്പം 405 എന്ന വല്ല ഒരു നമ്പർ ഉണ്ടായിരുന്നു ഓർക്കുക കേട്ടോ. ബൈ 100 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? നടുക്ക് 2 0 ഉണ്ടോ? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ? ഇല്ല, പറ്റത്തില്ല. ഒരിക്കലും ചെയ്യല്ലേ കേട്ടോ, തെറ്റാ. അതേസമയത്ത് ഇവിടെ ഒരു 0 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ 2 0യും ഈ 2 0യും കട്ട് ചെയ്താ 0.4 കിട്ടിയാണ്. ഓക്കെ അല്ലേ? അല്ല 0.4 4/1 അല്ലേ? അപ്പൊ അത് 4 വരത്തുള്ളൂ. 10 ഉണ്ടായിരുന്നെങ്കിൽ 0.4, ഒരു 100 ആയിരുന്നെങ്കിൽ 0.04. ക്ലിയർ അല്ലേ? അപ്പം എക്സാമിന് വരുമ്പോ ഒന്ന് ചിന്തിക്കണം കേട്ടോ. ചിന്തിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാവുള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ചിന്തിക്കണം. ഓക്കെ അല്ലേ? അപ്പം തൊട്ടായിട്ട് എന്താ എഴുതിയെന്ന് വായിച്ചേ. What about 23 meters and 4 centimeters? 4 centimeter is 4/100 of a meter. That is 4/100 meter. 23 meters 4 centimeters is equal to 23 4/100 meters. ഓക്കെ, നമ്മളവിടെ 40 വന്നപ്പോ നമ്മൾ 40/100 എഴുതിയല്ലേ? ഇവിടെ എന്താ 4/100 4 ഉള്ളു. മുന്നേ നമ്മള് 100 എണ്ണത്തിൽ 40 എണ്ണം എടുത്ത്, ഇവിടെ 4 എടുത്തു. അപ്പൊ 4/100 എങ്ങനെ വന്ന ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പം 4/100 എന്ന് പറയുമ്പോ കട്ട് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ താഴെ കിടക്കുന്ന 100 ടെൻസ് ഇപ്പൊ ഇവിടെ ഉണ്ടോ? ടെൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 2 10s അല്ലേ? 23 എന്ന് പറയുമ്പോ 2 10 ഉണ്ട്, 3 ones ഉണ്ട്. പിന്നെ 10s ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എവിടെയാ? എന്ത്? ഞാൻ 10s ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അവിടെ 10s ഇല്ല. ഓക്കെ അല്ലേ? പിന്നെ എന്താ ഉള്ള 100s. അപ്പൊ നമ്മൾ 10ന്റെ അവിടെ 0 ഇട്ട് കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക, അറിയാലോ. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് 4 ഇട്ട് കൊടുക്കണം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമ്മള് മുന്നേ ഞാൻ ഒരു നമ്പർ ഇട്ടാന്നല്ലേ, ഓർക്കുന്നില്ല? അപ്പൊ മാനവ 0 ആക്കി ഇട്ടിട്ട് എഴുതിയല്ലേ ചാർട്ടില്. ഡൗട്ട് നമുക്കൊരു ചാർട്ട് വരച്ച് നോക്കണോ? വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഒരെണ്ണം വരയ്ക്കാം. എന്ത് ചെയ്യാൻ നമ്പർ ഇട്ടാലോ? ഓക്കെ, മനസ്സിലായല്ലോ. എന്നാ വേണ്ട. അപ്പൊ 23 4/100 ഡെസിമൽ ഫോം എത്ര? 23 4/100 decimal form
ആ 23.04. കറക്റ്റ്. അതാ ഇവിടെ നമ്മൾ ടേബിൾ എഴുതിയിട്ട് അവിടെ കുത്തിട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ? 23.04. 04. ക്ലിയർ ആണല്ലോ? ആ അങ്ങനെ അതിന് തൊട്ട് താഴെ എന്താ എഴുതിയേക്കുന്നത്? തൊട്ട് താഴെയോ? നിക്ക് ഇൻ അവർ പ്രോബ്ലം ലെങ്സ് ഒരു സെക്കൻഡ് ഇപ്പൊ കാണാവോ? ഇൻ അവർ പ്രോബ്ലം തൊട്ട് In our ആ problem of length, 23 meters and 4 centimeters is equal to 23.04 meters. ഓക്കെ. ഇതാ അപ്പൊ ഇനി 4 സെന്റിമീറ്റർ ആറ് മില്ലിമീറ്റർ ആയി സംഭവിക്കുന്ന ചോദിച്ചേക്കണേ. അപ്പൊ മില്ലിമീറ്ററിനെ മീറ്റർ ആകണമെങ്കിൽ എത്ര Thousands ശതമാനം? തൗസൻഡ്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് 4/1000 എന്ന് എഴുതും. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ഇല്ല, ഉറപ്പല്ലേ? ആ ഓക്കെ. അപ്പൊ 23.4 മില്ലിമീറ്റേഴ്സ് ആണ്. 23 മീറ്റർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? 4/1000 ആയല്ലേ? അവിടെ വൺസ് ടെൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല. ആ അപ്പൊ അവിടെയൊക്കെ എന്തേലും സീറോ ഇല്ല. വന്ന് കാണാലോ. ആ പിന്നെ 1000 വാല്യൂ ഉള്ളതാണ് നമ്മള് 1/1000 അവിടെ 4 ഇട്ട് കൊടുത്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയറാ? ഓക്കെ അല്ലേ? ആ ആ മാനവൻ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കറണ്ട് പോയി. കുഴപ്പമില്ലല്ലോ അല്ലേ? എന്റെ ഇല്ല. വീഡിയോ ഓൺ ആണെങ്കിലും കാണുന്നില്ലല്ലോ എന്നെ. അപ്പൊ കുഴപ്പമില്ലല്ലേ? ആ അപ്പം ഇവിടെ 23 4/1000 നമ്മൾ അങ്ങ് എഴുതി 23.004 എന്ന് ഇട്ടു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചാർട്ട് വരച്ചിട്ട് ഒരു നമ്പർ എഴുതി. അപ്പൊ മാനം ഒന്ന് കറക്റ്റ് ആക്കി തരണം കേട്ടോ. ഓക്കെ. സ്ക്വയർ അല്ലേ? അത് പൊള്ളേക്കാൻ മതി. ഇപ്പൊ നമുക്ക് നമ്പർ ഞാൻ ഇപ്പൊ എഴുതാവേ. ആ ഞാൻ ഫ്രാക്ഷൻ ആണ് എഴുതുന്നത്. മാനവ അപ്പൊ അത് നോക്കി എഴുതണം എവിടൊക്കെയാ വരുന്നതെന്ന് വെച്ചാല്. ഓക്കെ. എന്തെങ്കിലും എന്താ കൊറേ നമ്പറൊക്കെ വന്നേക്കുന്നത്? നേരത്തെ തന്നേക്കും. അങ്ങനെയാണെങ്കിൽ കൊടുത്തു എഴുതിക്കോ. അപ്പൊ ടേബിൾ ആണ് എഴുതിയേക്കണേ. ടെൻസ് മൺസ്. ഇവിടെ ടെൻസ്. ഓക്കെ അല്ലേ? ഇവിടെ ഇവിടെ വൺസ്. പിന്നെ 1/10s. ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ എത്ര? 1/. ഓക്കെ. എന്നാ മാനം ആൻസർ എഴുതിക്കോ. 2 3/1000. 2 3/1000. ഓക്കെ. അതെ. മാനം അപ്പൊ ആ കോളത്തിനകത്ത് ആദ്യം എഴുതിക്കോ, എന്നിട്ട് ചെയ്യാം. 2 10s, 3 ones, 1/10. 1/10 അതെങ്ങനെ വരിക? മാനം എഴുതില്ലേ? അപ്പൊ ഇവിടെയൊന്നുമില്ല. ഇവിടെ 1000s. അങ്ങനെയാണോ വരണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ 23.001. ഞാൻ ചോദിക്കട്ടെ? നമ്മുടെ 2-ന് അത് വെറും 2 അല്ലേ? അത് കിടക്കുന്ന വെറും 2 അല്ലേ? വെറും 2 എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നേ? വൺസ് ആണോ ടെൻസ് ആണോ? വെറും 2 എവിടെയാ വരുന്ന ചോദിച്ചാല് ഇവിടെ കിടക്കുന്ന 2 അല്ലേ? ഇപ്പൊ ഇവിടെ വേറെ നമ്പർ ആണ്. ഇവിടെ ഒരു 3 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ 32 എന്ന് വായിച്ചേനല്ലേ? 32. 32. അപ്പൊ 3 ഇല്ലെങ്കിൽ എന്താ? വെറും 2 അല്ലേ? അത് വൺസിലാണോ ടെൻസിലാണോ വരുന്നത്? അപ്പം ഹൺഡ്രഡ്സിലല്ലേ വരിക? ഹൺഡ്രഡ്സോ? നമ്മുടെ അത് വെറും 2. ഇപ്പൊ 32 ഉണ്ടെങ്കിൽ 3 10s 2 ones എന്നല്ലേ വന്നേ? കണ്ടോ? ഇവിടെ 32 ഇല്ല, വെറും. അപ്പൊ 2 onesലല്ലേ വരുന്നത്? ഓർത്തോണം കേട്ടോ, മാറിപ്പോയല്ലേ. ഓക്കെ. പിന്നുള്ളതാണ് 3/1000 അല്ലേ? ഹൺഡ്രഡ്സിലും വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ സീറോ വരും. ടെൻസിലും ഹൺഡ്രഡ്സിലും ഒന്നും ഇല്ല, അതുകൊണ്ട് സീറോ വന്നു. പിന്നുള്ള തൗസൻഡ്സിലല്ലേ? തൗസൻഡ്സിൽ 3 എന്ത് 3 കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? 2.003. ഓക്കെ അല്ലേ? ഞാൻ വേറെ ക്വസ്റ്റ്യൻ തരാം. അതേ ഇത് കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് കേട്ടോ തെറ്റിയത്. അയ്യോ, എന്റെ ഒരു കോളം പോയല്ലോ. ഞാൻ വരയ്ക്കണോ? വേണ ഞാൻ വരച്ചു. കാണാട്ടുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ നമ്പർ ഇവിടെ എഴുതാവേ. 547/1000. ഓക്കെ. എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. We can try. 54/7/1000. അതെ, 54/7/1000. ഒരു മിനിറ്റ്. അപ്പം 5 10s. 5 10s. 5 10s. 5 10s 400s. 100s ആണോ? അത് വൺസ് അല്ലേ? sorry, ഒരു കുഴപ്പമില്ല.
5 tens 4 ones പിന്നെ 0 ടെൻസിൽ വല്ലതും ഉണ്ടോ? ഇല്ല 0 അപ്പൊ 0. ആ 0 ആ പിന്നെ ഇതില് തൗസൻഡ്സ് വരും അപ്പം 7000. ആ കറക്റ്റാ. ഓക്കെ അല്ലേ? ആ കറക്റ്റാ. ആ ഒരു നമ്പറോടെ എഴുതിയേക്കാവേ. ആ 2 ഇതെങ്ങനെ എഴുതും? ഒന്ന് എഴുതിക്കേ. 2 7/100 ആ ആ 2 ones എഴുതിക്കോ. 2 ones 0 ones അല്ല 0 tens 0 hundreds പിന്നെ ഞാൻ അവിടെ ഇട്ടേക്ക നമ്പർ ഒന്ന് ശരിക്കും ഇവിടെ നോക്കിയ നമ്പർ 7 വരും. 7. ആ കറക്റ്റ്, അവിടെ 7 വരും. ഓക്കെ അല്ലേ? Okay, താഴത്തെ ഇവിടെ നമ്പർ 0. നോക്കിയേക്കണേ. ആ ഓക്കെ അവിടെ ഓക്കെ. ഇപ്പൊ ക്ലിയർ അല്ലേ? ആ തൂത്തേക്കട്ടെ. ആ ഓക്കെ, അങ്ങനെയാണ് താഴോട്ടുള്ള നോക്കാം. ആ ഓക്കെ, അത് റീഡ് ചെയ്തോ. അത്രയും ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പൊ നമ്മളാ പറഞ്ഞതില്ല, ഒന്ന് റീഡ് ചെയ്തേ. ആ ഇതെന്താ വന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് അത് മാന മുന്നേ എഴുതിയ നമ്പർ അല്ലേ? അതെന്താ ആ തന്നെയായിരുന്നു അത് പിന്നെ? മയച്ചിട്ട് എന്തെങ്കിലും പോകുന്നില്ല. ഇഷ്യൂ ആയിരിക്കും. അത് കുഴപ്പമില്ല സാറേ, ഒന്നുകൂടെ നമുക്ക് റബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എവിടെ തൊട്ടാ? ആ 23 meters and 4 millimeters അതെ നമ്മൾ പറഞ്ഞ ബോക്സ് വരച്ചിട്ട് അതങ്ങ് പറഞ്ഞോ. അത് വായിച്ചാൽ മതി. ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നമ്മളിപ്പോ പറഞ്ഞത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതായത് ഇല്ലല്ല. ഇത് നമ്മളിപ്പോ അപ്പൊ വായിച്ചോ, എന്നിട്ട് പറയാം. 4 അടുത്ത് നോക്കാം. what about 3 meters and 4 millimeters? 4 millimeter means 4/1000 meters നമ്മൾ പറഞ്ഞ അത് മാനാൻ അറിയാം. okay ബുക്കിലുണ്ട്. So ഓക്കെ 23 meters 4 millimeters 23 4/1000 meters is equal to okay അത്രയും. പിന്നെ how do we split 23 4/1000 according to place value? നമ്മള് ബോക്സ് വരച്ചിട്ട് ചെയ്തല്ലേ ഇപ്പം. അത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. 4/1000 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തു. ബാക്കി വായിച്ചു. In terms of lengths, 23 meters 4 millimeters equal to 23.004 meters. അതങ്ങനെ വന്നതിന് ഡൗട്ട് ഇല്ലല്ലോ. ഇതാ നമ്മുടെ ഇല്ല. വൺസിന്റെ പ്ലേസ് ഡോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. 23.004 ആണ്. മറ്റേ താഴെ 100 ആണെങ്കിൽ 100ന്റെ പ്ലേസ് വാരി ഇട്ട് കൊടുക്കണം കേട്ടോ. മാറിപ്പോവില്ല. ടെൻസ് ആണെങ്കിൽ ടെൻസിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. അത് ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത നോക്കാം. ഓക്കെ, ഇതാ അത് കണ്ടോ, കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടോ. ഇപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ആക്കി എഴുതാൻ പോവാ കേട്ടോ. അപ്പൊ പറഞ്ഞോ, ആദ്യത്തെ 4 meter 30 centimeterനെ 430/100 എന്ന് എഴുതിയല്ലേ? ഡെസിമൽ ഫോം 4.3. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എത്ര വരും പറഞ്ഞോ. 4 3/10 4 3/10 വരും. അല്ല 3/10 ആണ്, മീറ്റേഴ്സ് അല്ലേ ചോദിച്ചേക്കുന്നേ. ഫസ്റ്റ് വേണോ? സോറി 4 3/100. ഓക്കെ, 4 3/100 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഡെസിമൽ ഫോം വരുമ്പോ എങ്ങനെ വരും? ഡെസിമൽ ഫോംസ് വരികയാണെങ്കിൽ 4.3 meters. 4.3 meters വരുമോ? 3/100 അല്ലേ? ടെൻസിന്റെ പ്ലേസിൽ വല്ലതും ഉണ്ടോ? ഇല്ല. 4.03 meters. 4.03 meters. ഓക്കെ അല്ലേ? ഓക്കെ, അതിന്റെ താഴെ എന്താ 4 meters 3 millimeters ഉണ്ടല്ലേ? അപ്പൊ അത് കാരണം 4 3/1000 meters. 4 3/1000 meters ഇവിടെ വരുമ്പോ ഡെസിമൽ ഫോം 4.003 meters. അത്രയും കറക്റ്റാ കേട്ടോ. ശരിയാ. ഓക്കെ, അടുത്ത കിലോഗ്രാംസ് ഉണ്ട്. അപ്പൊ 3 kilogram 200 grams പറയുമ്പോ എത്ര കിലോഗ്രാമാ? 3/1000 kilograms. 200/1000. 200 സോറി അതുണ്ടല്ലേ. 3 200/1000 kilograms. പിന്നെ ഡെസിമൽ ഫോംസില് 3.200 kilograms. 3.200 ആണോ? കറക്റ്റാ. നമ്മൾ ഈ 2 സീറോയും ഈ 2 സീറോയും കട്ട് ചെയ്യാം അല്ലേ? അപ്പൊ 3.2 കിട്ടും. കറക്റ്റാ. അടുത്തത് 3 kilograms 250 grams. 3 250/1000 kilograms.
3 കിലോഗ്രാം 250 ഗ്രാം. അപ്പൊ 3/250 kilograms. ഓക്കെ, എത്ര മറ്റേ അപ്പുറത്ത് വരുമ്പോ ഡെസിമൽ വരുമ്പോ 3.250 kilograms. 3.250 നാക്കില് 250. ഓക്കെ അല്ലേ? പക്ഷെ ആ, സീറോ ഓക്കെ. ലാസ്റ്റ് ആയിട്ട് വിലയില്ല. അപ്പൊ 3.25 എന്ന് എഴുതിയാലും കറക്റ്റാ. ഓക്കെ അല്ലേ? 3.25. ഓക്കെ. അടുത്തത് 30 kilograms. അതിന്റെ എന്ത് വരും? 30 കിലോ 3 by ഇനി തൊട്ട് 30 kilogram അല്ലേ? ഇതല്ലേ നമ്മൾ ഇത് പറഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, എന്നാ പറഞ്ഞു. 3 kilograms 3/25/1000. ഓക്കെ. ഡെസിമൽ വരുമ്പോ 3.25 kilograms. അല്ല, നമുക്കിവിടെ 325/1000 അല്ലേ? ഒരു മിനിറ്റ്. 1000 ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെക്കട്ടെ. ഇപ്പൊ എഴുതിയത് എഴുതുന്നില്ലായിരുന്നു ഇത്ര നേരം. ഇല്ല, ഞാൻ കുഴപ്പമില്ല. ഞാൻ മാനവ് അത് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാ, എന്നിട്ട് എനിക്ക് അയച്ചു തന്നെ. അപ്പൊ നമുക്ക് തെറ്റുണ്ടോ ശരിയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ എന്താ ഉള്ളത്? 325/1000 അല്ലേ? ഈ 30 kilograms 250 grams അല്ലേ? അല്ലല്ല, ഇത് പറയാം. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല. 3 കിലോഗ്രാം 25 ഗ്രാംസിൻ്റെത് ഡെസിമൽ വരുമ്പോ എങ്ങനെ 25/1000 എന്നല്ലേ? 3/25. അല്ല, നമുക്കിവിടെ 3 സീറോ ഉണ്ട്. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ വേണം. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ പോയിന്റ് ഇട്ട ഒരു നമ്പറേ വരത്തുള്ളൂ, ഇവിടെ പോയിന്റ് ഇട്ട 2 നമ്പറേ വരത്തുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് 3 വേണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് 3.025. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇതാണ് ഇവിടെ വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? 3. അപ്പൊ ഈ 30 ഒരു സീറോ കട്ട് ചെയ്യണം. 30യുടെ സീറോയോ? അല്ലല്ല, നമ്മൾ ഇതാ പറയുന്നത്. ഇതാ പറയുന്നത് 3 കിലോഗ്രാം. ഓക്കെ, ഞാൻ താഴ്ത്തി എഴുതി. സോറി. അപ്പൊ 1000 ഇട്ട് കൊടുത്താൽ ഇപ്പൊ കറക്റ്റ്. ക്ലിയർ ഇല്ലേ? 1000 വരുമ്പോ പോയിന്റ് കഴിഞ്ഞ് 3 നമ്പർ വരണം. അതിനുവേണ്ടി ചെയ്തേ കേട്ടോ. അപ്പൊ അടുത്ത 30 കിലോഗ്രാമിന് എത്ര വരും പറഞ്ഞോ? 250/1000 kilograms. 250/1000 kilograms കറക്റ്റാ. അപ്പൊ അപ്പുറത്ത് ഡെസിമൽ വരുമ്പോ 30.250 kilograms. അതായത് 25 ഇട്ടാ മതി. ഓക്കെ അല്ലേ? സീറോ വാല്യൂ ഇല്ല. അടുത്ത 10 ലിറ്റർ 750 millimeter ഉണ്ടല്ലേ? 10 750/1000 liters. പിന്നെ 10.75 liters. കറക്റ്റാ. അടുത്ത പറഞ്ഞോ. 10 liters 10.75/1000 milliliters. ഓക്കെ. അപ്പൊ ഡെസിമലോ? 10.75 liters. 75 ആണ്. ഇവിടെ 3 സീറോ അല്ലേ? അപ്പൊ 10.075 liters. കറക്റ്റ്. 10.075 ലിറ്റേഴ്സ്. കറക്റ്റ് അല്ലേ? മനസ്സിലായല്ലോ? അത് മറക്കല്ലേ ഇനി, കേട്ടോ? ഓക്കെ. അടുത്തത് വരുമ്പോഴോ 10.705 10.705/1000 liters. 10.705 ലിറ്റേഴ്സ്. ഓക്കെ അല്ലേ? അടുത്ത നമ്മളെ പറഞ്ഞേ. 10.705 liters. അടുത്ത 100 liters 750 milliliters. എങ്ങനെ വരും? 100/750/1000 liters. ഓക്കെ. 100 750/1000 അല്ലേ? ഓക്കെ. അപ്പൊ മറ്റേ ഡെസിമൽ വരുമ്പോഴോ 100.75 liters. അല്ല, milliliters. 75 ഇട്ടാ മതി. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത എന്താ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ദിവസം നോക്കാനാണോ അങ്ങനെ പറയുന്നേ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തൊന്ന് ഇട്ടേക്കണം കേട്ടോ. ഈ ഗൂഗിളില് ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചാൽ കിട്ടും. എനിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ല, ഇപ്പൊ കൊറേ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതുകൊണ്ടേ കറക്റ്റ് ചിലപ്പോ കിട്ടില്ല. അത് സാരമില്ല, നോക്കാം. അപ്പൊ നമുക്ക് ഡെസിമലും ഫ്രാക്ഷൻസും ഉണ്ടല്ലേ? അപ്പൊ ജസ്റ്റ് വായിച്ചു. ഇത് കുറച്ചുണ്ട്. ഇപ്പൊ 8 മണിയായാലും ഇത് നമുക്ക് മൊത്തം എടുക്കാൻ പറ്റത്തില്ല. എന്നാലും നമുക്കൊന്ന് വായിക്കാം. തുടങ്ങി വെച്ചേക്കാം. വായിച്ചിട്ട് പറയാം.
We have seen how measures of various kinds given as decimals can be converted to fractions. For example, 7.3 centimeters, 3/10 centimeters. നമുക്കറിയാലേ 7.3 ഇപ്പം 7/3/10 നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ അല്ലേ? Ah, അതുപോലെ തന്നെ മില്ലിമീറ്റർ വരുമ്പോ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 millimeters ആണ് നമുക്കിപ്പോ അറിയാലോ. ah, അപ്പൊ 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 70 millimeter ഓക്കെ അല്ലേ? 5 ah, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 millimeter അതൊക്കെ ഓക്കെ അല്ലേ? okay. അപ്പം അപ്പൊ താഴോട്ടുള്ള വായിച്ച് 1 centimeter means 10 millimeters. So 7 centimeters, 70 millimeters. What about 3/10 centimeters? Centimeters. So 3/10 is 3 1/10 അല്ലേ? Ah, ഓക്കെ അല്ലേ? ah, അല്ലേ? 1/10 plus 1/10 plus 1/10 അല്ലേ? 3 1/10 3/10 ക്ലിയർ അല്ലേ? ah, അപ്പൊ 1/10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 1 millimeter. 1 millimeter. Okay. അപ്പൊ 3/10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 millimeter. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ക്ലിയർ അല്ലേ? അതായത് 3/10 എന്ന് പറഞ്ഞാല് 3 1/10 ചേരുന്നയാ. ഓക്കെയാ? ഒരു 1/10 എന്ന് പറഞ്ഞാൽ 1 millimeter. അപ്പം 3/10 എന്ന് പറഞ്ഞാൽ 3 millimeter. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അവർ ഇതുപോലത്തെ വാല്യൂസ് പഠിക്കാനായിട്ട് എങ്ങനെയാണെന്ന് എളുപ്പത്തിന് അവർ പറഞ്ഞു തരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം 7.3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം മില്ലിമീറ്റർ ആക്കാൻ പറ്റത്തില്ലേ? 7.3 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് എത്ര? 7 centimeters എന്ന് പറഞ്ഞാല് 7 70 മില്ലിമീറ്റർ പറഞ്ഞാൽ 70 millimeter ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ 3/10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 millimeter അതും ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും? 73 കിട്ടത്തില്ലേ? ഓ, ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ മനസ്സിലായി. അപ്പൊ 73 millimeter എന്ന് പറഞ്ഞാൽ 73/10 സെന്റിമീറ്റേഴ്സ് അല്ലേ? 73/10 എന്ന് പറഞ്ഞാൽ എത്ര? 7.3 അല്ലേ? 7.3 സെന്റിമീറ്റർ. ഇവരെല്ലാം കൂടെ ഈക്വൽ എന്ന് പറയുന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? 73 millimeter 73 millimeter എന്ന് പറഞ്ഞാൽ 73/10 ഇട്ടപ്പോ സെന്റിമീറ്റർ ആയി. ആ പോയിന്റ് ഇട്ട് കൊടുത്തപ്പോ 7.3 സെന്റിമീറ്റർ ആയി. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്? ഓക്കെ അല്ലേ? അടുത്ത ദിവസം ഈ മീറ്റേഴ്സിന്റെ തൊട്ട് പഠിപ്പിക്കാം. ഓക്കെ ആണോ? ഇത് എത്ര കുറെ പേജ് ഉണ്ടല്ലോ. എടുക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്താം നമുക്ക്. ഓക്കെ. ആ താങ്ക് യു. അങ്ങനെ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്നാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോട്ടോയും മാനവന്റെ ആൻസർ ഷീറ്റ് ഇല്ലേ അതിന്റെ രണ്ടിനെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പൊ മാനവൻ എന്താ എഴുതിയെന്നുകൊണ്ട് എനിക്കറിയാലോ. ഓക്കെ. നമുക്കപ്പോ അത് വെച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ശരി. താങ്ക് യു. ബൈ. താങ്ക് യു.